രാജ്യമൊട്ടാകെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കും ഊഹാപോഹങ്ങൾക്കുമൊടുവിൽ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ്. ഫസ്റ്റ് ഡേ ഷോകളെല്ലാം ഇതിനോടകം വിറ്റുതീർന്നുവെന്നതാണ് കണക്കുകൾ പറയുന്നത്. എല്ലാം ഒത്തുവന്നാൽ ഏറ്റവും വലിയ ഹിറ്റ് തന്നെയായിരിക്കും എമ്പുരാന്. അതായത് മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന ചിത്രമായിരിക്കും എമ്പുരാൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാർച്ച് 27-നാണ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ രാവിലെ 6 മണിക്ക് മുതൽ തുടങ്ങുമെന്നാണ് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേത് വൈകാതെ അറിയാനാകും. തമിഴ്നാട്ടിൽ 9 മണിക്കാവും ഫസ്റ്റ് ഷോ നടക്കുക. എന്നാൽ കേരളത്തിൽ 6 മണിക്ക് മുമ്പ് ഫസ്റ്റ് ഷോ നടത്താൻ നോക്കുന്നുണ്ടെന്ന് പറയുകയാണ് നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ. അതേസമയം ഏതാണ്ട് 350 ഫാൻ ഷോകളായിരിക്കും ചിത്രത്തിൻ്റെതായി ഉണ്ടായിരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫാൻ ഷോ ടിക്കറ്റുകളുടെ വിൽപ്പന ഏറെ മുൻപേ ആരംഭിച്ചിരുന്നെങ്കിലും അതിന്റെ ടൈമിംഗ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപനമെത്തിയത്. എമ്പുരാന്റെ ആദ്യ ഷോകൾ മാർച്ച് 27 പുലർച്ചെ 6 മണിക്കാണ് ആരംഭിക്കുക. ഇതിൽ ഏറ്റവും അധികം ഷോകൾ തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് ഷോകൾ ഇടുക്കിയിലും കാസർഗോഡുമാണ്. അതേസമയം എമ്പുരാന് കേരളത്തിനു പുറത്തും വിദേശ രാജ്യങ്ങളിലും ഫാൻ ഷോകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. എമ്പുരാന്റെ റിലീസിന് ഇനി വിരളിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിലെ ഫാൻ ഷോകളുടെ എണ്ണത്തിൽ ഇനിയും വർധനവ് രേഖപ്പെടുത്താം. നിലവിൽ 3 നിർമ്മാതാക്കളാണ് ചിത്രത്തിനുള്ളത്. ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസിനുമൊപ്പം ശ്രീ ഗോകുലം മൂവീസും ചേർന്നിട്ടുണ്ട്. വിജയ് ചിത്രമായ ലിയോയുടെ ആദ്യദിന കളക്ഷൻ മറികടക്കാൻ എമ്പുരാന് സാധിക്കുമോ എന്ന് തന്നെയാണ് മലയാള സിനിമാ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആഗോള റിലീസായി എത്തുന്ന ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ അവിടുത്തെ ടൈം സോൺ അനുസരിച്ചായിരിക്കും പ്രദർശനം ആരംഭിക്കുക. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം എത്തുന്നത്. റിലീസിന് 1 മാസം മുൻപേ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ലോഞ്ചിംഗ് ചടങ്ങുകൾക്ക് പിന്നാലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടുള്ള ക്യാരക്ടർ പോസ്റ്ററുകളും പുറത്തുവന്നിരുന്നു. അതും എമ്പുരാനു വേണ്ടിയുള്ള ആരാധകരുടെ ആകാംക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.